ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്ന് ഒരു DIY മോയ്സ്ചറൈസർ ആയിട്ടാണ് വന്നേക്കുന്നത്. നമുക്കിപ്പോൾ തണവുകാലമൊക്കെ ആവാൻ തുടങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ നിർബന്ധമാണ്. ഇത് വീട്ടിൽ വെച്ച് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മോയ്സ്ചറൈസറാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. ഇതിന് 4 ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ ആലോവേര ജെല്ലാണ്. 2 ടേബിൾ സ്പൂൺ ആലോവേര ജെല്ല് ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഏത് തരം പാത്രത്തിലേക്ക് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഗ്ലിസറിനാണ്. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഗ്ലിസറിനാണ് ഉപയോഗിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ആലോവേര ജെല്ലിന് 1 ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ. ഇനി അടുത്തതായിട്ട് വേണ്ടത് തേനാണ്. നമുക്ക് ഏത് തരത്തിലുള്ള തേൻ വേണമെങ്കിലും ഉപയോഗിക്കാം. തേൻ നമ്മുടെ ശരീരത്തിന് നന്നായിട്ട് ഡ്രൈനെസ് മാറ്റുന്ന ഒരു സാധനമാണ്. 1 ടേബിൾ സ്പൂൺ അല്ല, 2 ടേബിൾ സ്പൂൺ തന്നെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ആലോവേര ജെല്ല്, 2 ടേബിൾ സ്പൂൺ തേന്, 1 ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ, ഇത്രയാണ് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുത്ത് അപ്പോൾ ഒരു കുഴമ്പ് പരുവത്തിലാവും. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഫേഷ്യൽ ഓയിലോ അതല്ലെങ്കിൽ എസൻഷ്യൽ ഓയിലോ എന്ത് വേണമെങ്കിലും ചേർക്കാം. നിങ്ങൾക്ക് മുഖക്കുരുവിൻ്റെ പ്രശ്നങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ ഒരു തരത്തിലുള്ള ഓയിലുകളും ഇതിലേക്ക് ഒഴിക്കേണ്ട. പക്ഷേ ഞാനിവിടെ വിറ്റാമിൻ ഇയുടെ ഒരു ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് ഓപ്ഷണലാണ് കേട്ടോ. അതല്ല, ഇതിന് പകരം ബദാം ഓയിലോ ലാവൻഡർ ഓയിലോ ഏത് തരത്തിലുള്ള ഓയിൽ വേണമെങ്കിലും 2-3 തുള്ളി ഒഴിച്ചാൽ മതി. ഞാനിവിടെ വിറ്റാമിൻ ഇ ടാബ്ലറ്റാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നന്നായിട്ട് ഒന്നും കൂടി മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഞാൻ ഈ മോയ്സ്ചറൈസർ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചേക്കാണ്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ഇരുന്ന് കട്ടയാവും കേട്ടോ. അപ്പോൾ ഈ വിൻ്റർ സീസണിൽ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോയ്സ്ചറൈസറാണ്. വളരെ നല്ലതാണ്. നന്നായിട്ട് ഡ്രൈ സ്കിന്നിലുള്ള ആൾക്കാർക്കൊക്കെ നല്ല ഒരു ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ ഇതെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കി നോക്കണം. നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കി നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഫലം കാണുന്നത് തീർച്ചയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.